അരമാർക്കിന് വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അരമാർക്കിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗിന്റെ പ്രഷർ നിങ്ങൾക്ക് ഒരുവിധം ആൾക്കാർക്ക് അറിയില്ല. എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആൾക്കാർ കുറവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർ മനസ്സിലാവും. ഈ എഞ്ചിനീയറിംഗിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു മേഖലയിൽ ഇല്ലാത്തത്രയും പ്രഷറാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ ഇതിനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കാര്യം പുള്ളിക്ക് ഇതിനേക്കാളും കൂടുതൽ എന്താണ് പുള്ളിയുടെ മേഖല ഇതായിരിക്കില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട മേഖല ഇതായിരിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തി എത്തിപ്പെടേണ്ട മേഖല ഇതായിരിക്കില്ല. അങ്ങനെ തള്ളിക്കയറ്റി അതാണ് നേരത്തെ കുറേ ആൾക്കാർ പറഞ്ഞു, മാതാപിതാക്കളുടെ പ്രഷർ അല്ലെങ്കിൽ മാതാപിതാക്കൾ തള്ളിവിട്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടായിരിക്കും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു വ്യക്തി അതിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാഗ്യക്കേടുമാണ്. പക്ഷെ എന്നാലും എഞ്ചിനീയറിംഗിന്റെ സിസ്റ്റം തന്നെ വളരെ ടഫാണ്, വളരെയധികം വിഷമകരമാണ് അതിൻ്റെ ഒരു സ്ഥിതി. അതാണ് കൂടുതലും എഞ്ചിനീയർ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറിന് കാരണം. സ്റ്റാഫിൽ നിന്നായാലും അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നായാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലും പ്രതീക്ഷിച്ച വിജയങ്ങളൊന്നും കിട്ടൂല. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം പഴയ കാലത്തെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നോ? എന്തിനാണ് നാട് നീള എഞ്ചിനീയർമാരെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നില്ലെങ്കിലും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഇതിന് സമ്മാനം നൽകുന്നത് രാമേന്ദ്ര സാറാണ്. നമ്മുടെ ക്യാമറ പോയി നമ്മുടെ ഓൺലൈനിൽ ഉണ്ടാവും, നിങ്ങളുടെ പടം ഓൺലൈനിൽ പടം അവിടെ തന്നെ എടുത്തോളൂ.